11:10:25 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ കടമയാണ് എല്ലാവർക്കും സ്ഥായിയായ സുഖത്തിനും ശാന്തിക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കുക. ശാന്തിയിലിരിക്കൂ, ശാന്തിയുടെ സമ്മാനം നൽകൂ. ചോദ്യം: ഏതൊരു ഗുഹ്യ രഹസ്യം മനസ്സിലാക്കുന്നതിനായി പരിധിയില്ലാത്ത ബുദ്ധി ആവശ്യമാണ്? ഉത്തരം: ഡ്രാമയുടെ ഏതൊരു സീൻ ഏത് സമയം നടക്കണമോ അതേ സമയം തന്നെ നടക്കും. ഇതിൻ്റെ ആയുസ് ആക്യുറേറ്റ് ആണ്. ബാബയും തൻ്റെ ആക്യുറേറ്റ് ആയ സമയത്ത് വരുന്നു. ഇതിൽ ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസം വരിക സാധ്യമല്ല. പൂർണ്ണമായും 5000 വർഷത്തിനു ശേഷം ബാബ വന്ന് പ്രവേശിക്കുന്നു. ഈ ഗുഹ്യമായ രഹസ്യം മനസ്സിലാക്കുന്നതിനായി പരിധിയില്ലാത്ത ബുദ്ധി ആവശ്യമാണ്. ഗീതം: ലോകം മാറിയാലും നമ്മൾ മാറിപ്പോവുകയില്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു തരുന്നു. ഈ സമയം എല്ലാ മനുഷ്യരും വിശ്വത്തിൽ ശാന്തി ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയും ആഗ്രഹിക്കുന്നു. വിശ്വത്തിലും ശാന്തി ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും പറയുന്നു, മനസ്സിന് ശാന്തി വേണം. ഇപ്പോൾ അതും എവിടെ നിന്ന് ലഭിക്കുവാൻ സാധിക്കും? ശാന്തിയുടെ സാഗരം ബാബ തന്നെയാണ്. ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുക സാധ്യമാണ്. ഇൻഡിവിജ്വലായും ലഭിക്കുന്നു, ഹോൾസെയിലായും ലഭിക്കുന്നു. അതായത് എല്ലാവർക്കും ലഭിക്കുന്നു. ഏത് കുട്ടികളാണോ പഠിക്കുന്നത് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ ശാന്തിയുടെ സമ്പത്ത് നേടുവാൻ സ്വന്തം പുരുഷാർത്ഥവും ചെയ്യുന്നു, മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. വിശ്വത്തിൽ ശാന്തി ഉണ്ടാവുക തന്നെ വേണം. ആരെങ്കിലും സമ്പത്ത് നേടാൻ വന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, കുട്ടികളുടെ കടമയാണ് സർവ കുട്ടികൾക്കും ശാന്തി നൽകുക. ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. 2 or 4 പേർക്ക് സമ്പത്ത് ലഭിക്കുന്നതിലൂടെ എന്തുണ്ടാകും? ചിലർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ നിശ്ചയമില്ലാത്തത് കാരണം മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുവാൻ സാധിക്കുന്നില്ല. ആരാണോ നിശ്ചയബുദ്ധികൾ അവർ മനസ്സിലാക്കുന്നു, ബാബയിൽ നിന്നും നമുക്ക് വരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വരദാനം നൽകുകയാണല്ലോ. ആയുഷ്മാൻ ഭവ, ധനവാൻ ഭവ എന്നും പറയുന്നു. പറയുന്നതിലൂടെ മാത്രം ആശീർവാദം ലഭിക്കുക സാധ്യമല്ല. ആശീർവാദം ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, നിങ്ങൾക്ക് ശാന്തി വേണമെങ്കിൽ ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്യൂ. പ്രയത്നത്തിലൂടെ എല്ലാം ലഭിക്കും. ഭക്തിമാർഗത്തിൽ എത്ര ആശീർവാദങ്ങൾ എടുക്കുന്നു. മാതാവ്, പിതാവ്, ടീച്ചർ, ഗുരു തുടങ്ങി എല്ലാവരോടും ചോദിക്കുന്നു, നമ്മൾ സുഖമുള്ളവരും ശാന്തവുമായി ഇരിക്കുവാനായി. പക്ഷേ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഇത്ര അനേക മനുഷ്യരുണ്ട്. അവർക്ക് സുഖവും ശാന്തിയും എങ്ങനെ ലഭിക്കും? ശാന്തി ദേവ എന്ന് പാടുന്നുമുണ്ട്. ബുദ്ധിയിൽ വരുന്നുണ്ട്, ഹേ പരംപിത പരമാത്മ, നമുക്ക് ശാന്തിയുടെ സമ്മാനം തരൂ എന്ന്. എടുത്തു കൊടുക്കുന്ന ഒരു വസ്തുവിനെയാണ് വാസ്തവത്തിൽ സമ്മാനം എന്ന് പറയുന്നത്. പറയും, ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് എന്ന്. ബാബു പറയുന്നു, ആര് എത്ര സമ്മാനം നൽകിയാലും, ധനത്തിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ മറ്റോ കൊടുത്താലും അത് അല്പകാലത്തേക്കുള്ള ദാനപുണ്യമായി മനുഷ്യന് കൊടുക്കുന്നു. ധനികർ ദരിദ്രർക്കും അഥവാ ധനികർ ധനികർക്കും കൊടുത്തു വന്നു. എന്നാൽ ഇത് സ്ഥായിയായ ശാന്തിയും സുഖവുമാണ്. ഇവിടെയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു ജന്മത്തേക്ക് പോലും സുഖവും ശാന്തിയും നൽകുവാൻ സാധിക്കില്ല. കാരണം അവരുടെ അടുക്കൽ തന്നെയില്ല. നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. ആ ഒന്നിനെ സുഖ ശാന്തി പവിത്രതയുടെ സാഗരം എന്ന് പറയുന്നു.
ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മഹിമ തന്നെയാണ് പാടപ്പെടുന്നത്. ആ ഒന്നിലൂടെ തന്നെയാണ് ശാന്തി ലഭിക്കുക എന്നും മനസ്സിലാക്കുന്നു. പിന്നെ അവർ സാധു സന്യാസിമാരുടെ അടുക്കൽ പോകുന്നു. കാരണം ഭക്തി മാർഗമാണല്ലോ. അപ്പോൾ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെല്ലാം അല്പകാലത്തേക്കുള്ള പുരുഷാർത്ഥമാണ്. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അതെല്ലാം അവസാനിക്കുന്നു. നിങ്ങൾ എഴുതുന്നുമുണ്ട്, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും 100% പവിത്രതയുടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് നേടുവാൻ സാധിക്കും എന്ന്. ഇവിടെ 100% അപവിത്രതയും ദുഃഖവും അശാന്തിയുമാണ്. പക്ഷേ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഋഷി മുനിമാരും മറ്റും പവിത്രമാണ് എന്ന് പറയുന്നു. എങ്കിലും ജനിക്കുന്നത് വിഷത്തിലൂടെയാണല്ലോ. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. രാവണ രാജ്യത്തിൽ പവിത്രത ഉണ്ടാവുക സാധ്യമല്ല. പവിത്രതയുടെയും സുഖത്തിൻ്റെയും എല്ലാം സാഗരം ഒരേ ഒരു ബാബയാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് ശിവ് ബാബയിൽ നിന്നും 21 ജന്മത്തേക്ക്, അതായത് പകുതി കൽപ്പത്തേക്ക്, 2500 വർഷത്തേക്ക് സമ്പത്ത് ലഭിക്കുന്നു. ഇത് ഗ്യാരണ്ടിയാണ്. പകുതി കൽപ്പം സുഖധാമവും പകുതി കൽപ്പം ദുഃഖധാമവുമാണ്. സൃഷ്ടിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുതിയത്, ഒന്ന് പഴയത്. എന്നാൽ പുതിയത് എപ്പോഴാണ്, പഴയതാകുന്നത് എപ്പോഴാണ്, ഇതും അറിയുന്നില്ല. വൃക്ഷത്തിൻ്റെ ആയുസ് ഇത്രയും ആക്യുറേറ്റായി പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ ഈ വൃക്ഷത്തെ അറിയുന്നു. ഇത് 5000 വർഷത്തിൻ്റെ പഴയ വൃക്ഷമാണ്. ഇതിൻ്റെ ആക്യുറേറ്റ് ആയുസ് നിങ്ങൾക്കറിയാം. ഒരു വൃക്ഷത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഉദ്ദേശ കണക്ക് പറയുന്നു. കൊടുങ്കാറ്റ് വന്നു, വൃക്ഷം വീണു, ആയുസ് പൂർത്തിയായി. മനുഷ്യർക്കും പെട്ടെന്ന് മരണമുണ്ടാകുന്നു. ഈ പരിധിയില്ലാത്ത വൃക്ഷത്തിൻ്റെ ആയുസ് പൂർണ്ണമായും 5000 വർഷമാണ്. ഇതിൽ ഒരു ദിവസം കുറയുകയോ കൂടുകയോ സാധ്യമല്ല. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട വൃക്ഷമാണ്. ഇതിൽ വ്യത്യാസം വരുന്നില്ല. ഡ്രാമയിൽ ഏത് സീൻ ഏത് സമയം നടക്കണമോ അതേ സമയം തന്നെ നടക്കും. കൃത്യമായി റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. ആയുസ്സും ആക്യുറേറ്റ് ആണ്. ബാബയ്ക്കും പുതിയ ലോകം സ്ഥാപിക്കുവാൻ വരേണ്ടതുണ്ട്. ആക്യുറേറ്റ് ടൈം ആകുമ്പോൾ വരുന്നു. അതിൽ 1 സെക്കൻഡിൻ്റെ വ്യത്യാസം പോലും വരിക സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളുടേത് പരിധിയില്ലാത്ത ബുദ്ധിയായി. നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കൂ. പൂർണ്ണമായും 5000 വർഷത്തിനു ശേഷം ബാബ വന്ന് പ്രവേശിക്കുന്നു. അതിനാൽ ശിവരാത്രി എന്ന് പറയുന്നു. കൃഷ്ണനെ കുറിച്ച് ജന്മാഷ്ടമി എന്ന് പറയുന്നു. ശിവന്റേത് ജന്മാഷ്ടമി എന്ന് പറയുന്നില്ല. ശിവന്റെ രാത്രി എന്ന് പറയുന്നു. കാരണം അഥവാ ജന്മമുണ്ടാകുന്നുവെങ്കിൽ പിന്നെ മരണവും ഉണ്ടാകണം. മനുഷ്യരുടെ ജന്മദിനം എന്ന് പറയും. ശിവന്റേത് എപ്പോഴും ശിവരാത്രി എന്ന് പറയുന്നു. ലോകത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയുന്നില്ല. ശിവരാത്രി എന്ന് എന്തുകൊണ്ട് പറയുന്നു, ജന്മാഷ്ടമി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒന്നിൻ്റെ ജന്മം ദിവ്യവും അലൗകികവുമാണ്. അത് മറ്റാർക്കും ഉണ്ടാവുക സാധ്യമല്ല. ശിവബാബ എപ്പോൾ എങ്ങനെ വരുന്നു, ഇത് ആരും അറിയുന്നില്ല. ശിവരാത്രിയുടെ അർത്ഥം എന്താണ് എന്നും നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ഇത് പരിധിയില്ലാത്ത രാത്രിയാണ്. ഭക്തിയുടെ രാത്രി പൂർത്തിയായി പകൽ ഉണ്ടാകുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രിയും പകലും പിന്നെ ബ്രാഹ്മണരുടേതുമായി. ഒരു ബ്രഹ്മാവിൻ്റെ കളിയല്ല നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ പകൽ ആരംഭിക്കേണ്ടതുണ്ട്. പഠിച്ച് തൻ്റെ വീട്ടിൽ പോയി എത്തിച്ചേരും.
പിന്നെ പകലിലേക്ക് വരും. പകുതി കൽപ്പം പകലും പകുതി കൽപ്പം രാത്രിയുമായി പാടപ്പെടുന്നു. എന്നാൽ ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. കലിയുഗത്തിന്റെ ആയുസ് 40,000 വർഷം ബാക്കിയുണ്ടെന്നും സത്യയുഗത്തിൻ്റെത് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്നും പറയുന്നു. പിന്നെ പകുതി പകുതി എന്ന കണക്ക് നിലനിൽക്കില്ല. കൽപ്പത്തിന്റെ ആയുസ്സിനെ കുറിച്ച് ആരും തന്നെ അറിയുന്നില്ല. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. ഈ 5000 വർഷത്തിനു ശേഷം സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശ്വം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. അതിൽ പാട്ട് അഭിനയിച്ച് മനുഷ്യർ വ്യാകുലമാകുന്നു. ഇത് എന്ത് ആവാഗമനമാണ്? അഥവാ 84 ലക്ഷം ജന്മങ്ങളുടെ ആവാഗമനമായിരുന്നു എങ്കിൽ എന്തുണ്ടാകുമായിരുന്നു എന്നറിയില്ല. അറിയാത്തത് കാരണം കൽപ്പത്തിന്റെ ആയുസ്സും വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയിൽ നിന്നും സന്മുഖത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാക്ടിക്കലിൽ ഇരിക്കുന്നു എന്ന് ഉള്ളിൽ ഫീലിംഗ് വരുന്നു. പുരുഷോത്തമ സംഗമയുഗത്തിനും തീർച്ചയായും വരണം. എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, ഇത് ആരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം. അപ്പോൾ എത്ര ഗദ്ഗതമുണ്ടാകേണ്ടതാണ്. നിങ്ങൾ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിൽ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നത്, അതായത് മായയുടെ മേൽ ജയം നേടുന്നത്, പിന്നെ തോൽക്കുന്നു. ഇതാണ് പരിധിയില്ലാത്ത തോൽവിയും ജയവും. ആ രാജാക്കന്മാർക്ക് വളരെയധികം തോൽവിയും ജയവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനേകം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു യുദ്ധമാണ് ഉണ്ടായതെങ്കിലും പറയും, ഇപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുന്നു. എന്ത് ജയിച്ചു? ചെറിയൊരു കഷ്ണത്തെ ജയിച്ചു. വലിയ യുദ്ധത്തിൽ തോൽക്കുമെങ്കിൽ പിന്നെ കൊടി താഴ്ത്തുന്നു. ആദ്യം ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നു. പിന്നീട് കൂടുതൽ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. പിന്നീട് മറ്റു രാജാക്കന്മാർ വരാൻ തുടങ്ങി. പോപ്പിനെ കുറിച്ച് കാണിക്കുന്നത് പോലെ ആദ്യം ഒരാളായിരുന്നു, പിന്നെ നമ്പർ വാറായി മറ്റ് പോപ്പുമാരും ഇരിക്കുന്നു. ആരുടെയും മൃത്യുവിന് വ്യവസ്ഥയൊന്നും ഇല്ലല്ലോ. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മളെ ബാബ അമരമാക്കിക്കൊണ്ടിരിക്കുന്നു. അമരപുരിയുടെ അധികാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. ഇതാണ് മൃത്യുലോകം, അതാണ് അമരലോകം. ഈ കാര്യങ്ങളെ പുതിയവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. പഴയവർക്ക് എത്ര രസം തോന്നുമോ അത്രയും അവർക്ക് രസം തോന്നുകയില്ല. ദിനം പ്രതിദിനം അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കും. നിശ്ചയം ഉറച്ചതാകുന്നു. ഇതിൽ സഹനശീലതയും വളരെയധികം ഉണ്ടാകണം. ഇതാണെങ്കിൽ ആസുരീയ ലോകമാണ്. ദുഃഖം കൊടുക്കുന്നതിൽ വൈകുന്നില്ല. നിങ്ങളുടെ ആത്മാവ് പറയുന്നു, നമ്മൾ ഇപ്പോൾ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സംഗമയുഗത്തിലാണ്. ബാക്കി എല്ലാവരും കലിയുഗത്തിലാണ്. നമ്മൾ ഇപ്പോൾ പുരുഷോത്തമൻ ആയിക്കൊണ്ടിരിക്കുന്നു. പുരുഷന്മാരിൽ ഉത്തമ പുരുഷൻ പഠനത്തിലൂടെയാണ് ആകുന്നത്. പഠനത്തിലൂടെ തന്നെയാണല്ലോ ചീഫ് ജസ്റ്റിസും മറ്റും ആകുന്നത്. നിങ്ങളെ ബാബ പഠിപ്പിക്കുന്നു. ഈ പഠനത്തിലൂടെയാണ് തൻ്റെ പുരുഷാർത്ഥമനുസരിച്ച് പദവി നേടുന്നത്. ആര് എത്രയും പഠിക്കുന്നുവോ അത്രയും ഗ്രേഡ് ലഭിക്കും. ഇതിൽ രാജപദത്തിൻ്റെ ഗ്രേഡാണുള്ളത്. അതുപോലെ ആ പഠനത്തിൽ രാജപദത്തിൻ്റെ ഗ്രേഡ് ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ രാജാക്കന്മാരുടെയും രാജാവായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉള്ളിൽ എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മൾ ഡബിൾ കിരീടധാരികളും വളരെ ഉയർന്നവരുമാകുന്നു. ഭഗവാനാകുന്ന ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിരാകാരനായ പിതാവ് എങ്ങനെ വന്ന് പഠിപ്പിക്കുന്നു എന്നത് ഒരിക്കലും ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനുഷ്യർ വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന,
വന്ന് നമ്മെ പാവനമാക്കൂ. എന്നിട്ടും പാവനമാകുന്നില്ല. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. നിങ്ങൾ ഒരു ഭാഗത്ത് വിളിക്കുന്നു, പതീത പാവന വരൂ എന്ന്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. പറയുന്നു, കുട്ടികളെ, പതീത അവസ്ഥ ഉപേക്ഷിക്കൂ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല? ബാബ നിങ്ങളെ പാവനമാക്കുകയും നിങ്ങൾ പതീതമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് പാടില്ല. അനേകർ ഇങ്ങനെ പതീതമാകുന്നു. ചിലർ സത്യം പറയുന്നു, ബാബ ഈ തെറ്റുണ്ടായി എന്ന്. ബാബ പറയുന്നു, ഏതെങ്കിലും പാപകർമ്മം ഉണ്ടായെങ്കിൽ ഉടൻ പറയൂ. ചിലർ സത്യവും ചിലർ അസത്യവും പറയുന്നു. ആരാണ് ചോദിക്കുന്നത്? ഞാനിരുന്ന് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതിനെ അറിയുകയില്ല. ഇത് ഉണ്ടാവുക സാധ്യമല്ല. ഞാൻ വരുന്നത് തന്നെ കേവലം ഡയറക്ഷൻ നൽകാനാണ്. പാവനമാവുകയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പ്രയത്നിച്ച് പാവനത്തിൽ നിന്നും പിന്നെ പതീതമായി മാറുകയാണെങ്കിൽ ചെയ്ത സമ്പാദ്യം ഇല്ലാതാകും. ലജ്ജ വരും. നമ്മൾ സ്വയം തന്നെ പതീതമായിരിക്കുന്നു. പിന്നെ മറ്റുള്ളവരോട് പാവനമാകൂ എന്ന് എങ്ങനെ പറയും? നമ്മൾ എത്ര ആജ്ഞ ലംഘിച്ചു എന്ന് ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ബാബയോട് ഡയറക്റ്റ് പ്രതിജ്ഞ എടുക്കുന്നു. ബാബ നമ്മളെ സുഖധാമത്തിൻ്റെയും ശാന്തിധാമത്തിൻ്റെയും അധികാരിയാക്കുന്നു എന്നറിയുന്നു. ഹാജരാണ്. നമ്മൾ ആ ഒന്നിൻ്റെ സന്മുഖത്തിരിക്കുന്നു. ഇദ്ദേഹത്തിൽ മുൻപ് ഈ നോളജ് ഉണ്ടായിരുന്നില്ല. നോളജ് നൽകിയ ഒരു ഗുരുവും ഉണ്ടായിരുന്നില്ല. അഥവാ ഗുരു ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാൾക്ക് മാത്രമായിരിക്കുമോ ജ്ഞാനം നൽകുന്നത്? ഗുരുക്കന്മാർക്കും ഫോളോവേഴ്സ് ധാരാളമുണ്ടല്ലോ, ഒരാൾ മാത്രമായിരിക്കില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. സദ്ഗുരു ഒന്ന് തന്നെയാണ്. ആ ഒന്ന് നമുക്ക് വഴി പറഞ്ഞു തരുന്നു. നമ്മൾ പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ സർവരോടും പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. ഇത്രമാത്രം. ഉയർന്നതിലും ഉയർന്ന ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. നിങ്ങൾ രാജാക്കന്മാരുടെയും രാജാവാകുന്നു. നിങ്ങളുടെ അടുക്കൽ അളവറ്റ ധനമുണ്ടാകും. നിങ്ങൾ തൻ്റെ സഞ്ചി നിറയ്ക്കുകയാണല്ലോ. നിങ്ങൾക്കറിയാം, ബാബ നമ്മുടെ സഞ്ചി നല്ല രീതിയിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. കുബേരന്റെ അടുക്കൽ വളരെയധികം ധനമുണ്ടായിരുന്നു എന്ന് പറയുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഓരോരുത്തരും കുബേരന്മാരാണ്. നിങ്ങൾക്ക് വൈകുണ്ഠമാകുന്ന ഖജനാവ് ലഭിക്കുന്നു. ഖുദാ ദോസ്തിൻ്റെയും കഥയുണ്ട്. ആ ഒന്നിനെ ആര് ആദ്യം കണ്ടുമുട്ടുമായിരുന്നു, അവർക്ക് ഒരു ദിവസത്തേക്ക് ചക്രവർത്തി പദവി നൽകുമായിരുന്നു. ഇതെല്ലാം ഉദാഹരണമാണ്. അള്ളാഹു എന്നാൽ ബാബ. ആ ഒന്ന് അവൽദീനാണ്. അതായത് പാവങ്ങളുടെ നാഥനാണ്, രചയിതാവാണ്. പിന്നെ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നേടുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഈ ആസുരീയ ലോകത്തിൽ വളരെ സഹനശീലരായിരിക്കണം. ആരെങ്കിലും അധിക്ഷേപിച്ചാലും ദുഃഖം നൽകിയാലും സഹിക്കണം. ബാബയുടെ ശ്രീമത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഡയറക്റ്റ് ബാബ പാവനമാകാനുള്ള ആജ്ഞ നൽകിയിരിക്കുന്നു. അതിനാൽ ഒരിക്കലും പതീതമാകരുത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും പാപമുണ്ടായി എങ്കിൽ ഒളിപ്പിച്ചു വയ്ക്കരുത്. വരദാനം: ഏകനാമിയുടെയും ഇക്കോണമിയുടെയും പാഠത്തിലൂടെ ചഞ്ചലതയിലും അചഞ്ചലവും ആടാത്തതുമായി ഭവിക്കട്ടെ. സമയം അനുസരിച്ച് അശാന്തിയുടെയും ചഞ്ചലതയുടെയും വായുമണ്ഡലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത്
അചഞ്ചലവും ആടാത്തതും ആയിരിക്കുന്നതിന് വേണ്ടി ബുദ്ധിയുടെ ലൈൻ വളരെ ക്ലിയർ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനു വേണ്ടി സമയമനുസരിച്ച് ടച്ചിങ്ങിൻ്റെയും ക്യാച്ചിങ്ങിൻ്റെയും പവറിൻ്റെ ആവശ്യകതയുണ്ട്. ഇതിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏകനാമിയും ഇക്കോണമി ഉള്ളവരുമാകൂ. ഏകനാമിയും ഇക്കോണമി പാലിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ലൈൻ ക്ലിയർ ആയത് കാരണം ബാപ്ദാദയുടെ ഡയറക്ഷനെ സഹജമായി ക്യാച്ച് ചെയ്ത് ചഞ്ചലതയിലും അചഞ്ചലവും ആടാത്തതുമായി ഇരിക്കുന്നു. സ്ലോഗൻ: സ്ഥൂലവും സൂക്ഷ്മവുമായ കാമനകളെ ത്യാഗം ചെയ്യൂ, അപ്പോൾ ഏതൊരു കാര്യത്തെയും നേരിടുവാൻ സാധിക്കും. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഇപ്പോൾ മനസ്സായുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കൂ, അപ്പോൾ ക്വാളിറ്റിയുള്ള ആത്മാക്കൾ സമീപം വരും. ഇതിൽ ഡബിൾ സേവനമുണ്ട്: സ്വയം തൻ്റെയും മറ്റുള്ളവരുടെയും. സ്വയം തനിക്കു വേണ്ടി പ്രത്യേകം പ്രയത്നിക്കേണ്ടി വരില്ല. പ്രാപ്തി ലഭിച്ചിരിക്കുകയാണ് എന്ന സ്ഥിതി അനുഭവിക്കും. ഈ സമയത്തിൻ്റെ ശ്രേഷ്ഠ പ്രാപ്തിയാണ് സദാ സ്വയം സർവപ്രാപ്തികൾ കൊണ്ടും സമ്പന്നം ആയിരിക്കുകയും സമ്പന്നം ആക്കുകയും ചെയ്യുക. ഓം ശാന്തി. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാപ്ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാപ്ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാപ്ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് 1 സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു.
ഞാൻ ഭാരരഹിതമായി മാറുന്നു. മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു.